അരിച്ചോറ്, പിത്ത് മൂല്യവർദ്ധന ഉൽപ്പന്നമായി മാറ്റാനും ഉള്ള പദ്ധതിയും ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കയർ തൊഴിലാളികളുടെ വിരമിക്കൽ ആനുകൂല്യം ഘട്ടം ഘട്ടമായി കുടിശ്ശിക തീർക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു വരികയാണ്. കയർ ക്ഷേമനിധി ബോർഡിന് ലഭിക്കേണ്ട സെസ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൂടിയാലോചനകളുടെ പരിഹരിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കയർ ഉൽപ്പന്നങ്ങളുടെ വില കൃത്യമായി സംഘങ്ങൾക്ക് ലഭിക്കത്തക്ക നടപടികളാണ് ലക്ഷ്യമിടുന്നത്. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ കൂടുതൽ തൊഴിലാളികളെ കയർവിരി മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള നടപടിയും പദ്ധതികളും തയ്യാറാക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനോട് ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കയർവിരിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കയർ മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും വരുമാന വർധനവിനും വേണ്ടി കയർ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനും തൊണ്ട് സംഭരണം, കയർവിരി മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്നിവ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്താൻ കേന്ദ്ര സഹായം കൂടി ലഭ്യമാക്കാൻ ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ കയർ ചെറുകിട വ്യവസായ മന്ത്രി കേന്ദ്രത്തിലെ മന്ത്രിയെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓണക്കാലത്തിന് മുമ്പ് തന്നെ കയർ കോർപ്പറേഷന് PPS മുഖേന 5 കോടി രൂപ കൂടി ഇതുവഴി നൽകുന്നു. അതോടൊപ്പം തന്നെ കയർ മിഷണറിക്ക് വേണ്ടിയിട്ടുള്ള ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുണ്ട്. അതെല്ലാം ഓണക്കാലത്ത് നൽകാനുള്ള പദ്ധതിയിൽ കിട്ടിയിട്ടുണ്ട്. ഫോമാറ്റിങ്സ് ലയനം പൂർത്തിയായിട്ടില്ല, അവരുടെയും ശമ്പള കുടിശ്ശിക പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മൊത്തത്തിൽ സാമ്പത്തിക പരാധീനത ഗവൺമെന്റിനുണ്ടെങ്കിലും ഈ മേഖലയോട് വളരെ അനുഭാവപൂർവമായ സമീപനമാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഇവരുടെ NCRMAക്ക് 2 മാസത്തെ 3 മാസത്തെ ശമ്പള കുടിശ്ശികയുണ്ട്. അത് കൊടുക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പൊ കാലാകാലങ്ങളായി വന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഈ മേഖല കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ കയർ തൊഴിലാളി എല്ലാ യൂണിയനുകളുമായും മാനേജ്മെന്റുമായും എക്സ്പോർട്ടേഴ്സുമായും അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ യൂണിയനുകളും ഉൽപാദന മേഖലയിലെ ചേർത്തല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉൽപാദന മേഖലയിലെ വിവിധ സംഘങ്ങളുമായും സംഘടനകളുമായും ഒക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തു. എക്സ്പോർട്ടേഴ്സുമായും ചർച്ച നടത്തും. അപ്പോൾ ഒറ്റയടിക്ക് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയത്തില്ലെങ്കിലും വളരെ വേഗതയിൽ തന്നെ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക, കയർ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ളതാണ് ഗവൺമെന്റ് നയം. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തവണയും ബഡ്ജറ്റിൽ ആവശ്യമായ പണം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല. ഏറ്റവും വലിയ പ്രശ്നം ചകിരി ക്ഷാമമാണ്. അതുകൊണ്ട് പരിഹാരം കണ്ടെത്താനാണ് തെങ്ങ് കൂടുതലുള്ള മലബാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചകിരി ഉൽപാദനത്തിന് പ്രത്യേക ഒരു പദ്ധതി തയ്യാറാക്കി. നമ്മുടെ ഈ ചകിരി കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തമിഴ്നാട് ചകിരിയുടെ വില വളരെയേറെ വർദ്ധിപ്പിക്കുക. അപ്പൊ ഇതെല്ലാം ഉൽപാദനത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. അപ്പം ഇത് 9-ാം തീയതി ഈ പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹായം ഞാൻ തേടുകയാണ്. 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വിപുലമായ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് കാരണം കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റുപോകാനും കയർ സംഘത്തിന്റെ നിങ്ങൾക്കുണ്ടായ പ്രതിസന്ധികൾ പരിഹരിക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതോടൊപ്പം തന്നെ എംഗേജ്മെന്റ് അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഉദ്ഘാടനം ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർവഹിക്കും.
ആനുകൂല്യ വിതരണവും പദ്ധതിയുടെ ലോകപ്രകാശനവും കെ സി വേണുഗോപാൽ എം പിയാണ്. ആദ്യ വിൽപ്പന ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ MLA-മാരും, മുൻ മന്ത്രിയും MLA-യുമായ ശ്രീ ജി സുധാകരൻ, മുൻ മന്ത്രി ശ്രീ സജി ചെറിയാൻ, ടി പ്രസാദ്, റജി ചെറിയാൻ, ML അരുൺകുമാർ, A മഹേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാൻ മോളി ജേക്കബ്, വാർഡ് കൗൺസിലർ ബിനു തോമസ്, TK ദേവകുമാർ, ഷുക്കൂർ, ബാബു പ്രസാദ്, R നാസർ, സോളമൻ, AK രാജൻ, CB ചന്ദ്രബാബു, CB സത്യനേശൻ, ബിനീഷ് ബോയി, PS രമേശൻ, സലീം ബാബു, KR രാജേന്ദ്ര പ്രസാദ്, M രവീന്ദ്രദാസ്, KR ഭഗീരഥൻ, TK സുരേന്ദ്രൻ, സുഭാഷ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. MLA ആലപ്പുഴ MLA ആണ് സ്വാഗതം, AD തോമസ്. എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. 3 മണിക്കാണ് പരിപാടി. അതിനു മുമ്പ് 2 മണിക്ക് ഞാൻ തന്നെ മുനിസിപ്പൽ ചെയർമാന്റെ വാർഡിൽ ഈ കുറെ വീടുകളിൽ കയറുൽപ്പന്നങ്ങൾ വീട് വീടാന്തരം കയറി അവർക്ക് ആളുകളെ കണ്ട് ഇത് എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ ജനപ്രതിനിധികളും ഇത് വീടുകളിൽ കയറി ഈ കയറുൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കാം. 30 കോടിയുടെ വിറ്റുകളാണ്. അല്ല, ഉൽപ്പന്നങ്ങളുണ്ട്, ബാക്കി ഞങ്ങൾ ഉണ്ടാക്കുമല്ലോ. 6 മാസം ഉണ്ടല്ലോ. കുറച്ചിപ്പം യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവർക്കും പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർക്ക് കാൽഫെഡിൽ നിന്ന് കൊടുക്കാനുള്ള പൈസ കിട്ടുന്നില്ല, കോർപ്പറേഷന് കൊടുത്തതിന്റെ പൈസ കിട്ടുന്നില്ല, കയറ് കൊടുത്തതിന്റെ പൈസ കിട്ടിയില്ല. എന്റെ മണ്ഡലത്തിൽ തന്നെ 2 സൊസൈറ്റികൾക്ക് 40-50 ലക്ഷം രൂപ വീതം കൊടുക്കാൻ കയർഫെഡ് കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ പല സൊസൈറ്റികൾക്കും കയർഫെഡിൽ നിന്നും കോർപ്പറേഷനും കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടാതിരിക്കുന്നു. അപ്പൊ അത്തരം പ്രതിസന്ധികളൊക്കെ ശരിക്കും മുഴുവൻ പരിഹരിച്ചില്ലെങ്കിലും ഈ 6 മാസം കൊണ്ട് ഒരു പരിഹരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരാലോചിക്കാൻ ഒന്നുമില്ല. ഇവിടെ കയറ് ഇല്ല, അല്ല ചകിരി ഇല്ല എന്നുള്ളതാണ് മെയിൻ. ഇതെല്ലാം ചെയ്തിട്ടും കയർ ഉത്പാദനം 10,000 രൂപയും 10,000 കൃഷികളും താഴോട്ടാണ് കയർ ഉത്പാദനം. തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതായി എന്നുള്ളതാണ്. തൊഴിലാളികൾ തന്നെ കുറയുക. ഈ മേഖല വിട്ട് മറ്റ് മേഖലകളിലേക്ക് തൊഴിലാളികൾ പോകുന്നു. പരമ്പരാഗത തൊഴിലാളികൾ കുറഞ്ഞു വരും. 1. 2, പറഞ്ഞത് ശരിയാണ്. ആധുനിക ഉൽപ്പന്നങ്ങൾ, ആധുനിക റാട്ടും അതോടൊപ്പം തന്നെ ഡീഫാബ്രിക് യൂണിറ്റും ഒക്കെ വന്നിട്ട് പലതും ഫലപ്രദമായില്ല. ഞങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് സൊസൈറ്റികളുടെ കൺസോർഷ്യം ഉണ്ടാക്കി ഇവിടെ ഈ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഡീഫാബ്രിക് മെഷീനുകൾ കൊണ്ടുവന്ന് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുന്നു. അങ്ങനെ പല ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഏതായാലും ഒന്ന് പരിശോധിക്കാം. പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. അടിസ്ഥാനപരമായി കയർ ഉൽപാദനം നടത്താനുള്ള ചകിരിയില്ല. നാളികേരത്തിന്റെ ഉൽപാദനം കുറഞ്ഞു.
മലബാറിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ തമിഴ്നാട്ടിലാണ് കൂടുതൽ ഈ ചകിരി ഉൽപാദനം നടക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എല്ലാം ഒരു ഒറ്റയടിക്ക് പരിഹരിക്കാനൊന്നും കഴിയില്ല. എന്നാലും ഈ മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 2 മാസം ആയിട്ടേ ഉള്ളൂ ഗവൺമെന്റ് വന്നിട്ട്. അതിനിടയിൽ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയും ഈ ഓണത്തോടനുബന്ധിച്ച് ഗവൺമെന്റിന് കിട്ടാനുള്ള പണം കൂടുതൽ കിട്ടും. ഇപ്പൊ തന്നെ ഈ ഭൂവസ്ത്രത്തിന് 41 കോടി കിട്ടിയത് വലിയൊരു കാര്യമായി. അത് നിരന്തരമായി ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഷാജിയുമായി ബന്ധപ്പെട്ടാണ് ഇത് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പ്രത്യേകം നന്ദി അക്കാര്യത്തിലുണ്ട്. പിന്നെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് ഇതില് തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന്റെ 110 രൂപയാണ് തൊഴിൽ വകുപ്പിൽ നിന്ന് നമുക്ക് ഇൻകം സപ്പോർട്ട് സ്കീം വഴി കിട്ടിക്കൊണ്ടിരിക്കും. 2011 വന്ന സ്കീമാണ്. അപ്പൊ ആ സ്കീം ഇപ്പൊ തന്നെ നമുക്കറിയാം റോ മെറ്റീരിയലിന്റെയും അല്ലെങ്കിൽ കൂലിയൊക്കെ വർധനവ് വന്നു എല്ലാ മേഖലയിലും. പക്ഷെ കയർ മേഖലയിൽ അങ്ങനെ വർധനവ് വന്നിട്ടില്ല. അപ്പൊ നമ്മള് തൊഴിൽ വകുപ്പിനോട് നമ്മൾ ഇതൊരു പ്രപ്പോസൽ കൊടുക്കാൻ പോവാണ്. നമുക്ക് 110 എന്നുള്ളത് കുറച്ചുകൂടി അധികം പൈസ ആവശ്യപ്പെട്ട് നമ്മൾ പ്രപ്പോസൽ കൊടുക്കുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് അതിനോടൊപ്പം നമുക്കൊരു ആ പൈസ വരുന്നത് നമുക്ക് ഈ 500 രൂപയാക്കി മാറ്റാനുള്ള സാഹചര്യമാണ് നമ്മൾ പോകുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രൊഡക്ഷൻ ഇവരുടെ ഒരു പ്രൊഡക്ഷന്റെ രീതി അനുസരിച്ച് സർക്കാർ നമുക്ക് ആനുകൂല്യം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതെന്തായാലും 6 മാസത്തിനകത്ത് നമുക്ക് പ്രൊപ്പോസൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക. മറ്റൊരു വിഷയം കടലിൽ കാണാതായ ഇത് കഴിഞ്ഞോ? ഇതുമായി ബന്ധപ്പെട്ട അല്ല, അതിനൊരു പദ്ധതി ഞങ്ങൾ ഇടുന്നുണ്ട്. ഒരു പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ആലോചിച്ച് തൊണ്ട് സംഭരണം, നമ്മുടെയൊക്കെ നാട്ടിലുള്ള തൊണ്ട് വെറുതെ വേസ്റ്റായി പോവാം. അപ്പൊ അത് സംഭരിക്കാനുള്ളൊരു പദ്ധതിയെ പറ്റി കൂടെ ആലോചിക്കുന്നു. അവരുമായി സഹകരിച്ച് ആലോചിക്കും. അല്ല, ഇത് കഴിഞ്ഞോ? ഇതിന്റെ കോപ്പി എല്ലാവർക്കും എന്റെ നോട്ടീസ് കൂടെ കൊടുക്കണം. ആ പറഞ്ഞു. നോക്കട്ടെ, പോലീസിന് ജോലി ചെയ്യും, അത്ര എനിക്ക് പറയാം. അവർക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പോലീസിന് ജോലി ചെയ്യുന്നത്. പോലീസ് എന്താ ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചോളൂ. അവർ എനിക്കറിയില്ല, ഞാനൊന്നും അന്വേഷിക്കാം. എത്രയോ പ്രതികളുടെ കാര്യങ്ങൾ നാട്ടിൽ നടക്കാറുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാം അന്വേഷിക്കേണ്ട കാര്യം. അല്ല, ഈ നമ്മുടെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അതാരെങ്കിലും നമുക്ക് കാണാതായി പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ കോസ്റ്റ് ഗാർഡ്, നേവി, അതോടൊപ്പം തന്നെ മറ്റ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം എല്ലാം നമ്മൾ തേടാറുള്ളതാണ്. എപ്പോഴും അത് തന്നെയാണ് ചെയ്യാറ്. അപ്പം 3 പേരെ കാണാതായിട്ടുണ്ട്. അന്വേഷണം കാര്യമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഈ കടല് വളരെ പ്രക്ഷുബ്ധമായിരുന്നല്ലോ ഈ സമയത്തെ. ആ സമയം ഏതായാലും അതിന്റെ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊർജിതമായി തന്നെ നടക്കുക. ഞാൻ ഇന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്. അങ്ങനെയല്ല, നമ്മളിപ്പോ പല ഘട്ടങ്ങളിലും ഇതുപോലെ ആളുകൾ കടലിൽ പോകുമ്പം കാണാതായിട്ടുണ്ട്. ഏറ്റവും ദൗർഭാഗ്യകരമായ വേദനാജനകമായ സംഭവമാണ്. ആ വേദന ഉണ്ടാകുമ്പോൾ അവരെന്തെങ്കിലും പറയുന്നത് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ അവരെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഗവൺമെന്റ് പരമാവധി അവരെ കണ്ടെത്താനും ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആരെ അറ്റാക്ക് ചെയ്യാത്ത എല്ലാവരെയും അറ്റാക്ക് ചെയ്യും. ഞാൻ ഈ തുഫാൻ ഒന്ന് കഴിഞ്ഞിട്ട് നോക്കാനിരിക്കുകയാണ്. തുഫാൻ ഒരു ഘട്ടത്തിലേക്ക് പിന്നെ ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോവാണ്. അപ്പൊ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോകുന്നത്. ഈ വളരെ വിജയകരമായിട്ട് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിന് വളരെയേറെ സഹായമാണ് നൽകുന്നത്. പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഓപ്പറേഷൻ തുഫാനിന് വൻപിച്ച പിന്തുണയാണ് നൽകുന്നത്. അതിന്റെ പ്രയോജനം ഇന്ന് കാണുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഈ മയക്കുമരുന്ന് ഒട്ടും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ്. ഓണമാകുമ്പം കുറെ കൂടി ജാഗ്രത പുലർത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിന്റെ എല്ലാ ഏജൻസികളും ഈ ഓണക്കാലത്ത് ശക്തമായി തന്നെ ഇത് നിയന്ത്രിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അടുത്ത ഘട്ടം ഓണം കഴിഞ്ഞാണ് ആരംഭിക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത ഒരു 6 മാസത്തെ ഒരു കർമ്മ പരിപാടിയാണ്. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. 6 മാസത്തെ കർമ്മ പരിപാടിയാണ് അത് ഇടാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചു. അത് വലിയ വിജയമാണ്. ഇപ്പൊ തന്നെ പ്രധാനമന്ത്രി തന്നെ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വളരെ സ്വാഗതാർഹമായ കാര്യം. രാജ്യത്ത് നിന്ന് തന്നെ മയക്കുമരുന്നിനെ ഉപയോഗം ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രിയും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവര് ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നു എന്നുള്ളതൊരു പരാതി എനിക്കുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രിക്ക് 15 വർഷം കിട്ടിയിട്ടും അവരിപ്പോഴാണ് ഇത് ഉണർന്നത്. ഏതായാലും അതിനൊരു പ്രേരക ശക്തിയായി തുഫാൻ മാറിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. രാജ്യം മുഴുവൻ നടത്തേണ്ട ഏറ്റവും വലിയൊരു ഓപ്പറേഷനാണിത്. കേരള ഗവൺമെന്റ് ഏതായാലും ഇത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അല്ലല്ല, അത് വളരെ ശക്തമായി തന്നെ നോക്കാനുള്ള തീരുമാനമാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകള് അതൊക്കെ ഇപ്പൊ വളരെ കുറഞ്ഞിരിക്കുക. നമ്മൾ പോലീസ് ശക്തമായി മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് കുറയുന്നത്. ഇപ്പൊ കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം കുറഞ്ഞിരിക്കുക, വിൽപ്പന കുറഞ്ഞിരിക്കുക. അത് അവരുടെ ഒരു തന്ത്രമാണ്. തൽക്കാലം നിർത്തിവെച്ചിട്ട് ഇനി ഗവൺമെന്റ് പിന്മാറുന്ന ഒരു അവസരം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിലാണ്. ഒരു കാരണവശാലും ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ശക്തമായി തന്നെ ഈ ഓപ്പറേഷൻ തുഫാന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി ഇടക്കാലത്തെയും നമ്മുടെ മഴയും അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോഴാണ് ഒരല്പം, പക്ഷെ എന്നാലും ആ പോലീസിന്റെ പ്രവർത്തനം അതേ രീതിയിൽ തന്നെ നടക്കുന്നു. അതും ഗവൺമെന്റ് നേരത്തെ ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ്. ഏതായാലും ഇതൊരു പദ്ധതിയുമായിട്ട് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് അത് പഠിക്കുകയാണ്. നമ്മളൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പഠിക്കണമല്ലോ. അപ്പൊ അതിന്റെ എത്രമാത്രം വ്യാപ്തി ഉണ്ട് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുമ്പ് തന്നെ 1.5 ലക്ഷത്തിലധികം കേസുകൾ പക്ഷെ ശിക്ഷിക്കപ്പെട്ടത് 10,000-ൽ താഴെ. അപ്പൊ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിപുലമായി അല്ല അത് മാത്രമല്ല പലരും ഈ കോടതി നടപടികൾ നീണ്ടുപോകുമ്പോൾ ഡിലേ വരുമ്പോൾ പലരും പരസ്പരം ധാരണയുണ്ടാക്കി പല കേസുകളും ഇല്ലാതാവുന്നു. പരസ്പരം ധാരണയുണ്ടാക്കി കൺവിക്ഷൻ റേറ്റ് കുറയുന്നു എന്നുള്ളത് അങ്ങയുടെ അഭിപ്രായം ശരിയാണ്. അപ്പൊ അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കേസിൽ മാത്രമല്ല, SC/ST അട്രോസിറ്റീസിനകത്തും കൺവിക്ഷൻ റേറ്റ് കുറയുക. ആ പോസ്കോ കേസ് കാരണം ഇത് വളരെ കാലം നീണ്ടു പോകുമ്പോൾ പ്രതിയും വാദിയും തമ്മിലുള്ള പല ഒത്തുതീർപ്പുകളും നടക്കുന്നു. അപ്പൊ അതിനെ പറ്റി ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഡിലേ ഇല്ലാതെ കേസുകൾ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ NDPS കേസുകൾക്ക് വേണ്ടി പുതിയ കോടതികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. പുതിയ കോടതികൾ. അത് ഇത്രയും കേസുകൾ ഇപ്പൊ തന്നെ ഏതാണ്ട് 9,100 പേരെ അറസ്റ്റ് ചെയ്തു ഇതുവരെ. 9,100 പേർ. അത് തന്നെ ഏതാണ്ട് 7,000 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അപ്പൊ NPS
NDPS കേസുകൾ വളരെ കൂടുതലാണ്. അപ്പൊ അത് ട്രയലിന് വിധേയമാക്കുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ കൂടുതൽ കോടതികൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയാണ് NDPS കേസുകളിൽ ആലോചിക്കുന്നത്. അതുപോലെ ഇതുപോലെ കേസുകൾ സ്പീഡി ട്രയലും സ്പീഡി തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലാതെ ജനങ്ങളെ നേരിട്ട് കിട്ടുമല്ലോ. ഇപ്പൊ എല്ലാ ആളുകളും ബാങ്കിലുള്ള ട്രാൻസാക്ഷൻസ് ആണ്. കേരളത്തിൽ നടക്കുന്ന മിക്കവാറും ബാങ്ക് അല്ല, ഇപ്പം ഒട്ടും വയ്യാത്തവർക്ക് നേരിട്ട് കൊടുക്കുമല്ലോ. അല്ലാത്തവർക്ക് ഇപ്പൊ ബാങ്കിലൂടെ ആണല്ലോ എല്ലാവരും ബാങ്കിലൂടെ ആണല്ലോ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ്. എന്നാ പിന്നെ താങ്ക് യു. അത് കളക്ടർ അന്വേഷിക്കുന്നതാണ്. വളരെ ഗുരുതരമായ ഒരു കാര്യം. ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോയതാണ്. ആ പാവങ്ങള് വാസ്തവത്തിൽ ആ ഡെഡ് ബോഡി അങ്ങനെയൊന്നും ആയിരുന്നല്ലോ കൊണ്ടുവരേണ്ടത്. എംബാം ചെയ്ത് കൊണ്ടുവരേണ്ട ഡെഡ് ബോഡിയാണ് ഫ്രീസറിൽ വെച്ച് കൊണ്ടുവരേണ്ടതായിരുന്നു. കഷ്ടമാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ തന്നെയല്ല ആ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം ചെറുതല്ല. വേറെ ആരും ഏണിംഗ് മെമ്പർ അവിടെ ഇല്ല. വളരെ പ്രയാസമാണ്. അതായത് കണ്ണൂർ കളക്ടറോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. സജി ചെറിയാൻ എഞ്ചിനീയറുമായോ?